ലോക രക്തദാന ദിനമായ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു അതിഥി തന്നെയാണ് മോർണിംഗ് ഷോയിൽ എത്തിയിരിക്കുന്നത്. ഡോക്ടർ PS പത്മജ. അവർ പത്തോളജിസ്റ്റാണ് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിൽ. സ്വാഗതം ഡോക്ടർ മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ഒരു അപകടം എത്തുന്നതിന് മുമ്പ് തന്നെ രക്തം ദാനം ചെയ്യൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എത്രമാത്രം പ്രസക്തമാണ് ഈ പ്രമേയം? എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടനയ്ക്ക് ഓരോ പ്രമേയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തേത് ഒരു അപകടം ഉണ്ടാകാനായിട്ട് കാത്തിരിക്കേണ്ട, അതിനു മുൻപ് തന്നെ രക്തദാനം ചെയ്യൂ, കൂടെ കൂടെ രക്തദാനം ചെയ്യൂ എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആണ് നമ്മൾ ആ ഗ്രൂപ്പിലുള്ള രക്തം ആരിൽ നിന്ന് നമുക്ക് ലഭ്യമാകും, എവിടെ നിന്ന് ലഭ്യമാകും എന്നൊക്കെ ചിന്തിക്കാറുള്ളത്. പക്ഷേ അത് അപകടകരമായൊരു കാര്യമാണ്. കാര്യം സുരക്ഷിതമായി രക്തം സ്വീകർത്താവിൽ എത്തിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നില്ല. രക്തം നേരത്തെ തന്നെ രക്തബാങ്കുകളിൽ സ്റ്റോർ ചെയ്യുകയും അതിനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്ത് അത് സ്വീകർത്താവിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു അപകടം ഉണ്ടാകാനായി കാത്തിരിക്കേണ്ട, നിങ്ങളിപ്പോൾ രക്തം ദാനം ചെയ്യൂ, കൂടെ കൂടെ ദാനം ചെയ്യൂ. മറ്റെല്ലാ വസ്തുക്കൾക്കും ഒരു പകരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ ആധുനിക ശാസ്ത്രം എത്രത്തോളം വർദ്ധിച്ചിട്ടും എത്രത്തോളം പുരോഗമിച്ചിട്ടും രക്തത്തിന് പകരം ഒന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ രക്തദാനത്തെ ഇത്രയും വലിയ മഹത്തരമാക്കി മാറ്റുന്നത് തന്നെ. ഇത്രയും നാളത്തെ ഡോക്ടറുടെ അനുഭവത്തിൽ നിന്ന് ഈ ഒരു രക്തദാനത്തെക്കുറിച്ച് എന്താണ് പ്രേക്ഷകർക്കായി പറഞ്ഞു കൊടുക്കാനുള്ളത്? അതിൻ്റെ മഹത്വം എത്രത്തോളമുണ്ട്? ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളനുസരിച്ച് ഓരോ 2 സെക്കൻഡിലും ഒരാൾക്ക് എന്ന നിലയിൽ രക്തം സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ പലതാകാം. റോഡ് അപകടങ്ങൾ, ശസ്ത്രക്രിയാ വേളകളിൽ രക്തം നഷ്ടപ്പെടുന്നത്, ഗർഭിണികൾക്ക് പ്രസവ സംബന്ധമായ രക്തസ്രാവം, ചില ക്യാൻസറുകൾ ഉണ്ടാകുന്ന രക്തസ്രാവം, അങ്ങനെയൊക്കെ ആകാം കാരണം. എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് 30% അതിലധികമോ രക്തം നഷ്ടമാകാൻ ഇടയായാൽ അത് നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ എത്രയും പെട്ടെന്ന് ഈ രക്തം തിരിച്ചു നൽകാൻ കഴിയുന്നതാണ് ഈ രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഘടകം. മറ്റൊന്ന്, നമ്മളെല്ലാവരും സാധാരണ പിന്തുടർന്നു വരുന്ന രക്തഗ്രൂപ്പ് വ്യവസ്ഥ അനുസരിച്ച് പല രക്തഗ്രൂപ്പുകളിലുള്ളവരാണ്. ഏകദേശം 8ഓളം രക്തഗ്രൂപ്പുകൾ, A, B, AB, O, ഇതിൻ്റെ എല്ലാം പോസിറ്റീവും നെഗറ്റീവും, ഇങ്ങനെ 8 ഗ്രൂപ്പുകളിലായിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ചേരുന്ന രക്തം ലഭ്യമാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും നെഗറ്റീവ് രക്തഗ്രൂപ്പുകൾ. നമ്മുടെ ആകെയുള്ള ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 37% ആളുകൾ മാത്രമേ രക്തദാനത്തിന് എലിജിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ രക്തദാനത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രക്തത്തിന് പകരം മറ്റൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. രക്തത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാൻ പറ്റുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം ശൈശവദശയിൽ തന്നെയാണ്. രക്തത്തിന് പകരം രക്തം മാത്രമേ ഉള്ളൂ. ഇത് ഒരു രക്തദാതാവിൽ നിന്ന് നമുക്ക് ലഭിച്ചെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു രക്തദാതാവിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം എടുത്തു കഴിഞ്ഞാൽ ഇത് ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുകയും അസാധ്യമാണ്. അതിനൊരു സമയപരിധിയുണ്ട്. അതുകൊണ്ട് രക്തബാങ്കിൽ അഡക്വേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകടം അല്ലെങ്കിൽ അത്യാഹിതം വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് രോഗിയെ രക്ഷിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഒരു നിശ്ചിത ശതമാനം ആളുകൾ മാത്രമേ ഇതിന് എലിജിബിൾ ആയിട്ടുള്ളൂ എന്ന്. എന്താണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ? നമുക്ക് 18-നും 60-നും ഇടയ്ക്കുള്ള ആരോഗ്യമുള്ള ഏത് വ്യക്തിക്കും രക്തം ദാനം ചെയ്യാം. അവരുടെ ശരീരഭാരം 45 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5 ഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലായിരിക്കണം. പിന്നെ ആരോഗ്യമുള്ള വ്യക്തികളും രക്തദാനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ചില അവസരങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അവർക്ക് ഈ അടുത്ത ഇടയായിട്ട് വന്നിട്ടുള്ള ചില രോഗങ്ങൾ, അടുത്തിടെയായിട്ട് അവരെടുത്തിട്ടുള്ള കുത്തിവയ്പ്പുകൾ, രക്തദാനം ചെയ്യുന്നതിന് തൊട്ടു മുന്നുള്ള ദിവസം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ഒഴിവാക്കേണ്ടതായി വരും. അതുപോലെ തന്നെ പച്ച കുത്തുക, ചെവിയിൽ
കമ്മലിടാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ പങ്ക്ചർ, ഇതെല്ലാം രക്തദാനത്തിൽ നിന്ന് 6 മാസത്തോളം ഈ ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ 37% ആളുകൾ മാത്രമേ രക്തദാനം ചെയ്യാനായിട്ട് ഒരു സമയത്ത് എലിജിബിൾ ആയിരിക്കുകയുള്ളൂ. പിന്നെ അത്രയും ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്, മനുഷ്യജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയുമാണ്. പക്ഷേ ഈ രക്തം ദാനം ചെയ്യുന്നത് പലപ്പോഴും പേടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും നമുക്കിടയിലുണ്ടെന്ന് തോന്നുന്നു. കൃത്യമായൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത്. രക്തം ദാനം ചെയ്തു പോയാൽ തൻ്റെ ശരീരത്തിനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു ബോധം ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. അത് മാറ്റിയെടുക്കാൻ വലിയ രീതിയിലുള്ള ബോധവൽക്കരണം തന്നെ വേണ്ടി വരും എന്ന് തോന്നുന്നു. തീർച്ചയായും രക്തദാനത്തെക്കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും ആളുകളെ രക്തദാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാറ്. കാര്യം ഇത്രയും രക്തം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. ഒരു ശരാശരി ഒരു മനുഷ്യനിൽ 5 മുതൽ 6 ലിറ്റർ രക്തം ഉണ്ടാകും. അതിൽ 10 അംശത്തിലും താഴെയാണ് നമ്മൾ ഒരു സമയം ഒരു രക്തദാതാവിൽ നിന്ന് സ്വീകരിക്കുന്നത്. അതായത് ഒരു രക്തദാതാവിൻ്റെ ശരീരഭാരം അനുസരിച്ച് 350 അല്ലെങ്കിൽ 450 മില്ലി ലിറ്റർ രക്തം മാത്രമാണ് നമ്മൾ ഒരു സമയം രക്തദാതാവിൽ നിന്ന് സ്വീകരിക്കുന്നത്. അത് ഒരു തരത്തിലും ഈ രക്തദാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. മാത്രവുമല്ല, നമ്മൾ രക്തമെടുത്ത് 48 മണിക്കൂറിനുള്ളിൽ ഈ രക്തത്തിൻ്റെ വോളിയം പുനഃസ്ഥാപിക്കപ്പെടും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഏകദേശം 2 ആഴ്ച കൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് രക്തദാനത്തെ പറ്റിയുള്ള അത്തരം ആശങ്കകൾ ആവശ്യമില്ല. പിന്നെ പലർക്കും സൂചിയോടുള്ള പേടി, സമയം കണ്ടെത്താൻ കഴിയായിക, ഇതൊക്കെയാണ് മറ്റുള്ളവരെ രക്തദാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ. രക്തദാനത്തിന് ശേഷം റെസ്റ്റ് വേണ്ടി വരുമോ എന്നുള്ള ഭയം, അതൊന്നുമില്ല. രക്തദാനത്തിന് ശേഷം കഠിന ജോലികളിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ലാതെ പ്രത്യേകിച്ച് റെസ്റ്റിൻ്റെ ആവശ്യം പോലുമില്ല. ഈ രക്തം സ്വീകരിച്ചിട്ട് അസുഖം വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലും മറ്റും രക്തബാങ്കിൽ നിന്ന് രക്തം സ്വീകരിച്ചിട്ട് വലിയ രോഗങ്ങൾ വന്നിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള നടപടികളാണ് രക്തബാങ്കിലും അതുപോലെ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും അവർ സ്വീകരിക്കേണ്ടതും, അതുപോലെ എന്തെല്ലാം പരിശോധനകളാണ് ഇതിനു മുൻപ് നടത്തേണ്ടത്? നമ്മളെല്ലാ രക്തദാതാക്കളെയും ഏകദേശം 5 അസുഖങ്ങളുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, ആ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ മറ്റൊരാൾക്ക് ഈ രക്തം കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു രക്തദാതാവ് രക്തബാങ്കിൽ വരുന്ന സമയത്ത് അവർക്കൊരു ക്വസ്റ്റ്യനെയർ, ഒരു ചോദ്യാവലി നൽകുന്നുണ്ട്. അതിൽ അവർക്ക് നേരത്തെ വന്നിട്ടുള്ള അസുഖങ്ങൾ, അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം സത്യസന്ധമായി ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൂടാതെ നമ്മൾ രക്തബാങ്കിൽ തന്നെ രക്തത്തിലൂടെ മറ്റൊരാളിലേക്ക് പകരപ്പെടാവുന്ന 5 അസുഖങ്ങൾ, നമ്മുടെ എയ്ഡ്സ് ഉൾപ്പെടെ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ് എന്നൊരു ലൈംഗിക രോഗം, മലേറിയ, ഈ 5 രോഗങ്ങൾ ഈ രക്തം സ്വീകരിക്കുന്നതിലൂടെ അടുത്ത ആൾക്കുണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ രക്തം മറ്റൊരാൾക്ക് നൽകാറുള്ളൂ. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ രക്തബാങ്കിൽ സ്റ്റോക്ക് ചെയ്യപ്പെടുന്ന എല്ലാ രക്തവും അഡക്വേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തതായിരിക്കും. അതായത് നമ്മൾ എലൈസ എന്നൊരു ടെസ്റ്റിംഗ് രീതിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം ഈ ടെസ്റ്റിന് വേണം. പക്ഷേ നമ്മൾ എമർജൻസി ആയിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരുമ്പോൾ, ഒരാളിൽ നിന്ന് എടുത്ത് മറ്റൊരാളിലേക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഈ രോഗങ്ങൾ നിർണ്ണയിക്കാനായിട്ട് റാപ്പിഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത്തരം റാപ്പിഡ് ടെസ്റ്റുകൾക്ക് ഈ എലൈസ ടെസ്റ്റ് പോലെ ഈ രോഗം പൂർണ്ണമായിട്ടും ഇല്ലെന്ന് തെളിയിക്കാനുള്ള കഴിവില്ല. ഒരുപക്ഷെ അതായിരിക്കാം രക്തം സ്വീകരിക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് ഈ രോഗം വരാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളൊരു അത്യാഹിതം ആകാനായി കാത്തു നിൽക്കാതെ നേരത്തെ രക്തദാനം ചെയ്യുകയും രക്തബാങ്കുകളിൽ രക്തം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ O നെഗറ്റീവ്, B നെഗറ്റീവ് ഗ്രൂപ്പുകളാണ് റയർ ഗ്രൂപ്പുകളായി അറിയപ്പെടാറ്. ഈ ഗ്രൂപ്പുകളിലുള്ള ബ്ലഡ് കിട്ടാനുള്ള വിഷമതകൾ പലപ്പോഴായി കാലങ്ങളായി കേൾക്കാറുമുണ്ട്. ഇപ്പോഴും ഈ ഗ്രൂപ്പുകളിലുള്ള രക്തം കിട്ടാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നെഗറ്റീവ് ഗ്രൂപ്പുകൾ പൊതുവേ കുറവാണ്. എങ്കിലും നെഗറ്റീവ് ഗ്രൂപ്പുകളിൽ വെച്ച് ഏറ്റവും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് AB നെഗറ്റീവ് രക്തഗ്രൂപ്പാണ്. പിന്നെ O നെഗറ്റീവ് രക്തഗ്രൂപ്പ് നമുക്ക് ഉണ്ടെങ്കിലുള്ള നമ്മുടെ നന്മ, O നെഗറ്റീവ് രക്തഗ്രൂപ്പ് നമുക്ക് ഏത് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഒരു അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.
ഇനി ഈ വർഷത്തെ രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? ഈ വർഷം ഈ ലോക രക്തദാന ദിനം നമ്മൾ എല്ലാ വർഷവും തന്നെ ജൂൺ 14 ആഘോഷിക്കാറുള്ളതാണ്. ഇത് നമ്മുടെ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച കോൾ ലാൻഡ്സ്റ്റീനർ എന്ന ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞൻ്റെ ജന്മദിനം ആണ് ഇന്ന് ആഘോഷിക്കുന്നത്. അത് നമ്മുടെ സന്നദ്ധ രക്തദാതാക്കൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സന്ദർഭം നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം മുൻപരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതിഫലം ഒന്നും കൈപ്പറ്റാതെ സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. അവർക്കുള്ള നന്ദി പ്രകാശിപ്പിക്കലാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. എങ്കിലും ഈ അവസരം നമ്മൾ രക്തദാനം ചെയ്യാനായിട്ട് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഇന്നുവരെ രക്തം ദാനം ചെയ്തിട്ടില്ലാത്തവർക്ക് ആദ്യമായി രക്തം ദാനം ചെയ്യാനുള്ള ഒരു അവസരമായും രക്തം നേരത്തെ ദാനം ചെയ്തിട്ടുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് രക്തം ദാനം ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായും ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ രക്തദാനത്തെ പറ്റിയുള്ള ആശങ്കകൾ ജനങ്ങളിൽ നിന്ന് ദൂരീകരിക്കാനായിട്ട് അനേകം ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ അറിവില്ലായ്മയും ആശങ്കയും തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഈ രക്തദാനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അത് തീർക്കാൻ കുറേയേറെ ഈ ഡോക്ടറുടെ സംസാരം സഹായിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെയധികം നന്ദി ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി അല്പസമയം ചെലവഴിച്ചതിന്. നന്ദി.